ഈ ഭൂമിയിൽ ജനിച്ച ഏതൊരാൾക്കും മരണം ഉറപ്പാണ്. പക്ഷെ ചില വ്യക്തികൾ ജീവിച്ചിരിക്കുമ്പോഴത്തേനും മരണത്തിന് മുമ്പും കത്തിച്ചാമ്പലാകുന്ന ഒരവസ്ഥ വരും. അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടിയാണ് ഫിലിം ആക്ടർ മോഹൻലാൽ കടന്നു പോകുന്നത്. മോഹൻലാലിന് 2020 തൊട്ട് രാഹുർദശയാണ് 2038 വരെ 78 വയസ്സ് വരെ. പക്ഷേ മോഹൻലാലിൻ്റെ ഗ്രഹനില നോക്കുമ്പോഴത്തേന് മോഹൻലാൽ ഒരു 70 വയസ്സ് വരെ പോകുമെന്ന് തന്നെ സംശയമാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വ്യക്തികളും അവരുടെ ഡെസ്റ്റിനി എന്താണെന്ന് ശരിക്കും മനസ്സിലാക്കാതാണ് ഓരോരോ ട്രാപ്പിൽ ചെന്ന് ചാടുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ ഒരു 2020 വരെ മോഹൻലാലിൻ്റെ പല കാര്യങ്ങളും നല്ല സ്മൂത്തായിട്ട് പോവുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് മോഹൻലാലിൻ്റെ അസോസിയേഷനും മോഹൻലാൽ പല വിധത്തിലുള്ള ട്രാപ്പിലും ചെന്ന് ചാടി. ഈ രാഹുർദശ മോഹൻലാൽ ഉണ്ടാക്കിയെടുത്ത പല കാര്യങ്ങളും പുള്ളിക്കാരൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതും അതുപോലെ തന്നെ പുള്ളിക്ക് തന്നെ നാശം വരുന്ന പല കാര്യങ്ങളും ഇനിയും സംഭവിക്കാൻ പോവുകയാണ്. മോഹൻലാലിനെ പറ്റി പറയുവാണെങ്കിൽ ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല ഒരു ഫിലിം ആക്ടറാണ് മോഹൻലാൽ ആക്ടിങ് ഫീൽഡിൽ. പക്ഷേ ജീവിതത്തിൽ അത്ര നല്ല വെടിപ്പുള്ള ഒരു വ്യക്തിത്വമല്ല മോഹൻലാലിൻ്റേത്. നമ്മൾ മോഹൻലാലിൻ്റെ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോഴത്തേന് മോഹൻലാലിൻ്റെ ഫിലിം ഫീൽഡിൽ മോഹൻലാൽ ആക്റ്റീവ് ആകുന്നത് 1978 പക്ഷേ ശുക്രൻ കഴിഞ്ഞ് സൂര്യൻ, ചന്ദ്രൻ, കുജൻ, സൂര്യദശയിലും ചന്ദ്രദശയിലും കുജദശയിലുമാണ് മോഹൻലാലിൻ്റേതായിട്ടുള്ള ഒരു സ്പേസ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ക്രിയേറ്റ് ചെയ്തത്. ഒരു വ്യക്തിയുടെ സ്ട്രെങ്ത് മനസ്സിലാക്കണമെങ്കിൽ, ഡെസ്റ്റിനി മനസ്സിലാക്കണമെങ്കിൽ അയാളുടെ ചാർട്ട് കിട്ടണം, ബർത്ത് ചാർട്ട് കിട്ടണം. ബർത്ത് ചാർട്ട് കിട്ടണമെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും പ്ലേസ് ഓഫ് ബർത്തും എക്സാക്റ്റ് ആയിട്ടുള്ളത് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നല്ലതായിട്ട് അനലൈസ് ചെയ്യുന്ന ഒരാൾക്ക് അത് ആ വ്യക്തിയുടെ ജീവിതം എങ്ങനെയാണ് മുമ്പിലോട്ട് പോകുന്നതെന്ന് മനസ്സിലാവുകയുള്ളൂ. മോഹൻലാലിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ തന്നെ ഒരു പഞ്ചമഹാപുരുഷയോഗവും ഇല്ലാതെ തന്നെ മോഹൻലാൽ ഈ ഇൻഡസ്ട്രിയിൽ നമ്പർ 1 പൈനിയറായി. ഓക്കെ, അതെന്തുകൊണ്ടാണെന്നുള്ളത് ചാർട്ട് നോക്കിയാൽ മാത്രമേ നമുക്ക് മനസ്സിലാവത്തുള്ളൂ. മോഹൻലാലിൻ്റെ ചാർട്ട് നോക്കുമ്പോൾ തന്നെ സ്ക്രിപ്റ്റേഴ്സിൽ പറഞ്ഞ പല കാര്യങ്ങളും ആ ചാർട്ടിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ആ വ്യക്തി ഇത്രയും നല്ലൊരു പൊസിഷനിലെത്തിയത്. പക്ഷേ അത് പുള്ളിയുടെ മരണമാകുമ്പോഴത്തേന് അത് പുള്ളിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്ന് കണ്ടറിയണം. ഓൾറൈറ്റ്, മലയാളം ഫിലിം ആക്ടർ മോഹൻലാൽ ജനിച്ചത് May 21, 1960 4:20 PM കേരളത്തിൽ പത്തനംതിട്ട ഡിസ്ട്രിക്റ്റിൽ എലന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മോഹൻലാലിനെ പറ്റി പറയുമ്പോഴത്തേന് മോഹൻലാൽ രേവതി 2ാം പാദത്തിലാണ് ജനിക്കുന്നത്. തുലാൽ ലഗ്നം 6 ഡിഗ്രിയിലാണ്. ഇംഗ്ലീഷിൽ പറയുവാണെങ്കിൽ ലിബറ 6 ഡിഗ്രിയിലാണ് മോഹൻലാൽ ജനിക്കുന്നത്. നക്ഷത്രം രേവതി 2ാം പാദം. അപ്പം ഈ ചാർട്ട് അനലൈസ് ചെയ്യുമ്പോഴത്തേന് ലഗ്നത്തിൽ നെപ്റ്റ്യൂൺ നിപ്പുണ്ട്. അതുപോലെ തന്നെ 7ാം ഭാവത്തിൽ ലഗ്നാധിപൻ 7ാം ഭാവത്തിൽ പോയേക്കുവാണ് ശുക്രൻ. അതുപോലെ തന്നെ 3-ൽ വ്യാഴം സ്വക്ഷേത്രത്തിൽ ശനിയിലൂടെ നിൽക്കുകയാണ്. 6-ൽ കുജനും ചന്ദ്രനും കേതുവും, 12-ൽ രാഹുവും, 8-ൽ രവിബുധ യോഗം ഗുളികനുമായിട്ട് നിൽക്കുകയാണ്. 10-ൽ യുറാനസ്, 11-ൽ പ്ലൂട്ടോ. ഓക്കെ, മോഹൻലാലിൻ്റെ ചാർട്ട് നമ്മൾ നോക്കുമ്പോഴത്തേന്, രാശി ചാർട്ട് നോക്കുമ്പോഴത്തേന് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ചാർട്ടാണ്. ഈ ജാതകന് 28 വയസ്സ് മുതൽ 59 വയസ്സ് വരെ. സ്ക്രിപ്റ്റേഴ്സിലൊക്കെ പറയുന്ന പോലെ 3-ൽ വ്യാഴവും ശനിയും തുലാൽ ലഗ്ന ജാതകന് ആ ഗ്രഹത്തിനും ആ പ്ലാനറ്ററി പൊസിഷനും ബലമുണ്ടെങ്കിൽ ആ പെർട്ടിക്കുലർ വ്യക്തി ഏത് ഫീൽഡിലാണോ ജോലി ചെയ്യുന്നത് ആ ഫീൽഡിൽ നമ്പർ 1 ആയിരിക്കും. അതുപോലെ തന്നെ 8-ലെ രവിബുധ യോഗവും 6-ലെ കുജനും ചന്ദ്രനുമായിട്ടുള്ള യോഗവുമാണ് പുള്ളിക്കാരൻ ഫിലിം ഫീൽഡിൽ പൈനിയറായത്, നമ്പർ 1 ആയത്. മോഹൻലാലിൻ്റെ ചാർട്ടിൻ്റെ ഡീമെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാലിൻ്റെ ലഗ്നത്തിൽ നെപ്റ്റ്യൂൺ നിൽക്കുന്നുണ്ട്. 7-ൽ ലഗ്നാധിപൻ 7-ലേക്ക് പോയി. അതുപോലെ തന്നെ 8ാം ഭാവാധിപൻ ശുക്രന് ലഗ്നത്തിലേക്ക് വീക്ഷിക്കുന്നു. അതുപോലെ തന്നെ 7ാം ഭാവാധിപൻ കുജന് 6-ൽ ചന്ദ്രനുമായിട്ട് നിൽക്കുന്നു. ഈ ഒരു കോമ്പിനേഷന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള റിലേഷൻഷിപ്പും അതുപോലെ തന്നെ പല രീതിയിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസും ഒക്കെ വരാൻ കാരണമാകും. പക്ഷേ എന്തൊക്കെ കാര്യങ്ങൾ മോഹൻലാലിനെ പറ്റി പറഞ്ഞാലും അതിൽ നിന്നെല്ലാം അതിവിദഗ്ധമായിട്ട് 3-ലെ വ്യാഴവും ശനിയുമായിട്ടുള്ള യോഗവും 8-ലെ രവിബുധ യോഗവും ഇത്രയും കാലം പുള്ളിക്കാരനെ രക്ഷിച്ചു. അതുകൊണ്ടാണ് പല രീതിയിലുള്ള
ആലിഗേഷൻ വന്നിട്ടും മോഹൻലാൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്മശ്രീയും പത്മഭൂഷണും ലഫ്റ്റനൻറ്റ് കേണൽ പദവിയിലിരിക്കുന്ന ആൾക്കാരെയൊന്നും പെട്ടെന്ന് ആർക്കും കയറി എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതിന് ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഓർഡറും വേറെ പല കാര്യങ്ങളും വേണം. പക്ഷേ മോഹൻലാൽ ശരിക്കും മോഹൻലാലിൻ്റെ ഡെസ്റ്റിനിയെ പറ്റി ക്ലിയർ ആയിട്ടൊരു അഡ്വൈസ് ആരും കൊടുത്തില്ല. അതുകൊണ്ടാണ് ശരിക്കും മോഹൻലാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഫീൽഡിൽ നിന്ന് എക്സിറ്റ് ആകേണ്ടിയായിരുന്നു. മോഹൻലാലിൻ്റെ ചാർട്ട് പ്രകാരം 7 നിൽക്കുന്ന ശുക്രദശയിലാണ് മോഹൻലാലിൻ്റെ ഒഫീഷ്യൽ മാരേജ് നടക്കുന്നത് 1988. അതുപോലെ തന്നെ 8 നിൽക്കുന്ന സൂര്യദശയിലാണ് പത്മശ്രീ കിട്ടുന്നത് 2001. അതുപോലെ തന്നെ ചന്ദ്രദശയിലാണ് മോഹൻലാലിന് പത്മഭൂഷൺ കിട്ടുന്നത് 2009. കുജദശയിൽ 6 നിൽക്കുന്ന കുജദശയിലാണ് മോഹൻലാലിന് ലഫ്റ്റനൻറ്റ് കേണൽ പദവി കിട്ടുന്നത് 2019. ഈ ചാർട്ട് പ്രകാരം മെയ് 21, 2025 മോഹൻലാലിന് 65 വയസ്സ് തികയുകയാണ്. ഈ ചാർട്ടിൻ്റെ സ്ട്രെങ്ത് ശരിക്കും അറിയണമെങ്കിൽ ഭാവചലത്ത് എടുക്കണം. ഓക്കെ, ഭാവചലത്തിൽ രാഹു ഉത്രം 2ാം ഭാവത്തിലാണ് രാശി ചാർട്ടിൽ നിൽക്കുന്ന 12ാം ഭാവത്തിൽ. പക്ഷേ ഭാവചലത്ത് എടുക്കുമ്പോഴത്തേന് ഉത്രം 1ാം ഭാവത്തിലേക്ക് പോയി, അത് സൂര്യക്ഷേത്രത്തിലാണ് പോകുന്നത്. ഈ രാഹു മോഹൻലാലിന് ഒരു രീതിയിലും നല്ലൊരു ഗുണം ചെയ്യത്തില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2020 ആയപ്പോഴത്തേനാണ് മോഹൻലാലിന് ഫോറിൻ കണക്ഷൻസും അതുപോലെ തന്നെ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ആയിട്ട് അസോസിയേഷൻ വന്നത്. ഈ രാഹുവിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാഹു മോഹൻലാൽ ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്ത റെപ്യൂട്ടേഷനും അതുപോലെ തന്നെ ഹൈഡ് ചെയ്ത് വച്ചിരിക്കുന്ന പല കാര്യങ്ങളും എക്സ്പോസ് ആകുന്ന ഒരു കാലഘട്ടമാണ് ഈ 60 വയസ്സ് തൊട്ട് 70 വയസ്സ് വരെ, അടുത്ത 10 വർഷം. ഓക്കെ, ഇപ്പോൾ 5 വർഷം ഓൾറെഡി കഴിഞ്ഞു. എന്തൊക്കെ സംഭവിച്ചെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ഇനിയുള്ള കാലഘട്ടം ഇതിലും കൂടുതൽ വരാനാണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അസോസിയേഷനിൽ ഇടപെടുന്ന ആൾക്കാരുടെ എൻ്റെ എപ്പോഴും വളരെ വിചിത്രമായ രീതിയിലായിരിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺനാച്ചുറൽ ഫ്രീസാണ് മോഹൻലാലിൻ്റെ എൻഡ്. ഓക്കെ, അപ്പം ഈ ചാർട്ട് പ്രകാരം 70 വയസ്സ് വരെയാണ് ഈ ചാർട്ടിൻ്റെ ലെങ്ത്. പക്ഷേ 70 വയസ്സ് വരെ കിട്ടുമെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ നിൽക്കുന്നത്. ഓക്കെ, അപ്പം പല രീതിയിലുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ മോഹൻലാലിനെ ട്രാപ്പ് ചെയ്തിട്ടിരിക്കുകയാണ്. മോഹൻലാലിൻ്റെ ഒരു നല്ല കാലമെന്ന് വെച്ച് കഴിഞ്ഞാൽ 28 വയസ്സ് തൊട്ട് 59 വയസ്സ് വരെയായിരുന്നു. കല്യാണം കഴിഞ്ഞ ആ കാലഘട്ടമൊക്കെ മോഹൻലാലിൻ്റെ നല്ലൊരു കാലഘട്ടമായിരുന്നു. 28 വയസ്സ് തൊട്ട് 59 വയസ്സ് വരെ. ഈ കാലഘട്ടത്തിൽ മോഹൻലാലിന് ടൺ കണക്കിനുള്ള റിസോഴ്സസും അത് അസറ്റായിട്ടും മണിയായിട്ടും കൈവന്ന് ചെന്നിട്ടുണ്ട്. ഓക്കെ, അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേടൻ രാശിയിലെ ശുക്രൻ നിൽക്കുന്ന ആ ശുക്രനെ വ്യാഴം വീക്ഷിക്കുവാണ്. ഓക്കെ, അപ്പം പല രീതിയിലും ഒരു നല്ല ഭാഗ്യമായിട്ടുള്ളൊരു ജാതകമാണ്. പല കുഴപ്പങ്ങളും ഉണ്ടെങ്കിൽ തന്നെ ഈ രാഹുദശ മോഹൻലാലിനെ കൊണ്ടേ പോകത്തുള്ളൂ. ഈ രാഹുദശ കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 78 വയസ്സ് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മോഹൻലാൽ കേരളത്തിലെ രാജാവാണ്. അസ്ട്രോളജി കൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തർക്ക് വരുന്ന മെറിറ്റും ഡീമെറിറ്റും ആ പെർട്ടിക്കുലർ വ്യക്തിയുടെ ഡെസ്റ്റിനി എങ്ങനെയാണ് പോകുന്നതെന്ന് അറിയാനുള്ള ഒരു ടൂളാണ്. ഓക്കെ, ആർക്കും അസ്ട്രോളജി കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പൂജ കൊണ്ടും വഴിപാട് കൊണ്ടും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഗിമിക്സ് കൊണ്ട് ആരുടെയും വിധി മാറ്റാൻ പറ്റത്തില്ല. ഈ ചാർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് മനസ്സിലായിരിക്കുന്നത് 9ാം ഭാവാധിപൻ 8ൽ 10ാം ഭാവാധിപൻ്റെ കൂടെ ഗുളിയനുമായിട്ട് കൺജക്ഷനാണ്. ഓക്കെ, അപ്പം ഈ രാഹുദശ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേന് 2020 6ാം മാസത്തിൽ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേന് അടുത്ത 18 വർഷം പരീക്ഷണങ്ങളുടെ ഘട്ടമാണ് ഈ രാഹുദശ. ഈ രാഹുദശ 12 നിൽക്കുന്ന രാഹു 11ലേക്ക് പോയി. ഈ 11 നിൽക്കുന്ന രാഹു മോഹൻലാലിന് ഒരു രീതിയിലും ഒരു നല്ല പ്രതീക്ഷ നൽകുന്ന ഒരു കാലഘട്ടമല്ല അടുത്ത 5 വർഷം. ഓക്കെ, അപ്പം മോഹൻലാലിന് നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനിതിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. യൂട്യൂബിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ എൻ്റെ പേര് മനോജ് ഫിലിപ്പ്. ഞാൻ അസ്ട്രോളജിയിൽ വേദിക് അസ്ട്രോളജിയിൽ കഴിഞ്ഞ 30 വർഷമായിട്ട് റിസർച്ച് ചെയ്യുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ ചാനൽ തുടങ്ങിയതിൻ്റെ ഉദ്ദേശം തന്നെ അസ്ട്രോളജിയുടെ മിഥ്യാധാരണ മാറ്റുക എന്നുള്ളതാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യോതിഷം കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ഈ ലോകത്ത് നല്ല രീതിയിൽ സമാധാനമായിട്ട് ജീവിച്ചു മരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ജ്യോതിഷത്തെ പറ്റിയും റിലിജിയനെ പറ്റിയുമൊക്കെ പല മിഥ്യാധാരണകളാണ് ഇന്ന് ആൾക്കാരുടെ ഇടയിൽ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യോതിഷമാണ് ഈ ലോകത്ത് മനുഷ്യനായിട്ട് ജനിച്ച ആൾക്കാർക്ക് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് ടൂള്.
അത് ഉപയോഗിക്കുന്ന ആൾക്കാരുടെയും അത് പഠിച്ച ആൾക്കാരുടെയും പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇന്ന് സമൂഹത്തിൽ പല രീതിയിലുള്ള വിദ്യാധാരണ വന്നിരിക്കുന്നത്. അപ്പം ഈ ചാനലിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. എൻ്റെ ചാനലിൽ കൂടെ മെയിനായിട്ട് ജ്യോതിഷത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സിംപ്ലിഫൈ ചെയ്യുക. അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള വ്യക്തികൾ എന്തുകൊണ്ട് ഫേമസ് ആയി. ഓക്കെ, നമുക്കെല്ലാവർക്കും ഈ ലോകത്ത് എല്ലാം ആയിത്തീരാൻ പറ്റത്തില്ല. അതിന് വിധിക്കപ്പെട്ടവർക്ക് മാത്രമേ ആ ഒരു പൊസിഷനിലെത്താൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മൾ അതിനാണ് ഡെസ്റ്റിനി എന്ന് പറയുന്നത്. ആ ഡെസ്റ്റിനി കറക്റ്റായിട്ട് കണ്ടുപിടിക്കുന്ന ഒരു ടൂളാണ് അസ്ട്രോളജി. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ചാനലിൽ കൂടെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിൽ നിങ്ങളത് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്നോട് പറയുകയാണെങ്കിൽ ഞാൻ അതിന് തക്കതായിട്ടുള്ള ഓരോ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. സീ യു സൂൺ.